നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ കുറുമ ഉണ്ടാക്കിയാലോ. ഫസ്റ്റ് കുറച്ച് ക്യാരറ്റ്, കുറച്ച് പൊട്ടാറ്റോ, ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം. ഞാൻ ഇപ്പോൾ 2 എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് തക്കാളി, സവാള, കുറച്ച് ഉപ്പ്, എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു വിസിലിന് വേവിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതിലേക്ക് ഒരു ഏലക്കായ, ഒരെണ്ണം മതി, പിന്നെ ചെറിയ പീസ് കറുകപ്പട്ട, പിന്നെ 2 ഗ്രാമ്പു, പിന്നെ നമുക്ക് ആഡ് ചെയ്യാനുള്ളത് കുറച്ച് പെരിഞ്ജീരകം, അത് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, പിന്നെ കറി ലീവ്സ്, പിന്നെ മുളക്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കാഷ്യൂ, അതും വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, പിന്നെ ജിഞ്ചർ ഗാർലിക്, ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ടിടാം. പിന്നെ അതൊരു തിക്ക് പേസ്റ്റായിട്ട് മഷി പോലെ അരിച്ചെടുക്കണം. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കുക്കർ കഷ്ണങ്ങളൊക്കെ വെന്തു. എന്നിട്ട് നമുക്ക് ഈ പേസ്റ്റ് അതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് 10 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കുറുമ റെഡി ആയിട്ടാ ഗൈസ്. ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ചപ്പാത്തി, വെള്ളയപ്പം, ഇടിയപ്പം ഇതിൻ്റെയൊക്കെ കൂടെ അടിപൊളിയായിരിക്കും ഈ കറി. നല്ല കോമ്പിനേഷനാണ്. ഞാൻ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്, ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.